പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി ചേർന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ആരംഭിച്ചു. 24 പാർട്ടികളുടെ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുന്നുണ്ട്. ശരത്, യോഗത്തിൽ എന്തൊക്കെയായിരിക്കും ചർച്ചയാവുക? വിശദാംശം. ഇതിലെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് യോഗത്തിൽ ചർച്ച. മറ്റന്നാൾ തിങ്കളാഴ്ച പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടക്കുന്ന പ്രധാനപ്പെട്ട പാർലമെന്റ് സമ്മേളനം നിലയ്ക്ക് നിരവധി വിഷയങ്ങളിൽ പ്രതിപക്ഷ ഐക്യം ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരം യോഗം വിളിച്ചു ചേർത്തത്. ബീഹാറിലെ വോട്ടർ പട്ടിക പുനഃക്രമീകരണം, അതേപോലെ തന്നെ സിന്ദൂർ വിഷയങ്ങൾ, അതേപോലെ തന്നെ BJP സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ചർച്ചകൾ പാർലമെന്റിൽ നടക്കും. പാർലമെന്റ് പ്രധാനപ്പെട്ട ബില്ലുകൾ വരുന്നുണ്ട്. IT, ഇൻകം ടാക്സ്, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ബില്ലുകളും പാർലമെന്റിൽ വരുന്നുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വിശദമായ പ്രതിപക്ഷ ഐക്യത്തിന്റെ ഒരു ഒരു സന്ദേശം നൽകുവാനുള്ള യോഗമാണ് ഇന്ന് നടക്കുന്നത്. 24 പാർട്ടികളാണ് പങ്കെടുത്തിരിക്കുന്നത്. CPM പ്രതിനിധികളായി പങ്കെടുത്തത് MA ബേബിയും പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയും ജോൺ ബിട്ടാസുമാണ്. അവർ ഓൺലൈനിലാണ് ഈ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. ഏതായാലും പ്രതിപക്ഷ ഐക്യത്തിന് കളങ്കം ഏൽപ്പിച്ചുകൊണ്ട് ആപ്പ് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്, യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. കാരണം BJPയും കോൺഗ്രസും തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ബന്ധമുണ്ട് എന്നാണ് ആപ്പിന്റെ ആരോപണം. എന്തായാലും മറ്റന്നാൾ ആരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ ഇന്ത്യ സഖ്യത്തിലെ മറ്റു കക്ഷികൾ തീരുമാനിച്ചിട്ടുണ്ട്. അഖില, പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി ചേർന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ആരംഭിച്ചിരിക്കുകയാണ്. 24 പാർട്ടികളുടെ നേതാക്കളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. പ്രതിപക്ഷ ഐക്യം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി കോൺഗ്രസ് വിളിച്ചു ചേർത്ത യോഗമാണ് പുരോഗമിക്കുന്നത്. ശരത് ലാലാണ് വിവരങ്ങൾ നൽകിയത്.